ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് അടുക്കള ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആദ്യമായി കാണിക്കുന്നത് എയർ ഫ്രയറിൽ ചിക്കൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു പിടി മല്ലിയില, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി, പിന്നെ ഒരു ലെമൺ പകുതി ഒന്ന് സ്ക്യൂസ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും, പിന്നെ ഒരല്പം ഓയിൽ കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ 4 പീസായിട്ടാണ്, വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിതൊന്ന് തേച്ച് കുറഞ്ഞത് ഒരു 2 മുതൽ 3 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് നന്നായിട്ട് വരഞ്ഞ് അതിനുള്ളിലേക്കൊക്കെ ഈ മസാല ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. 3 മണിക്കൂറിന് ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു എയർ ഫ്രയർ പേപ്പർ ട്രേ പാഷ്മെൻറ്റ് ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 4 പീസസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ്റെ ഓപ്ഷനിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് 150 ഡിഗ്രിയിൽ 27 മിനിറ്റ്. അപ്പോൾ പകുതി ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് അതിന് മുകളിലായിട്ട് ഒന്നില്ലെങ്കിൽ ഓയിലൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ബട്ടർ ചെറിയ പീസസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഞാൻ ആദ്യം 14 മിനിറ്റിന് ശേഷമാണ് എടുത്ത് നോക്കിയത്. അതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 13 മിനിറ്റ് കൂടി കഴിഞ്ഞ് എടുത്ത് നോക്കുന്ന സമയത്ത് 2 പുറവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള അൽഫാം ചിക്കൻ ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഓയിൽ വേണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഓയിലില്ലാതെയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ തീയൊന്നും ഇല്ലെങ്കിലും ഗ്യാസൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്ന സമയത്തായാലും ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു അൽഫാം ചിക്കൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ എല്ലാം വീടുകളിൽ വാങ്ങുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ തോട് വലിച്ചെറിയാറാണ് പതിവ്. ഇനി അതങ്ങനെ ചെയ്യാതെ അതിൻ്റെ മുകളിലുള്ള തൊലി മാത്രം ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായി, ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് അത് കറികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ആൻഡ് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അത് ഒരു 2 മണിക്കൂർ അങ്ങനെ ഇരുന്നോട്ടെ. അതിന് ശേഷം അതിൽ നിന്ന് ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് അരിച്ച് വയ്ക്കാം. ആ വെള്ളം കളയരുത്, അത് ആവശ്യമുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞത്, 1/4 കപ്പ് തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 6 മുതൽ 8 വരെ എരിവിനനുസരിച്ചിട്ട്, ഒരു കറിവേപ്പില ഒരു തണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായംപൊടി, പിന്നെ കല്ലുപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വാട്ടർമെലൻ്റെ ആ ഒരു തോട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി
അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ തോടിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കണമെന്നില്ല. ഇതൊന്ന് അല്പനേരം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മാങ്ങ, അത് പച്ച മാങ്ങയാണ് കേട്ടോ. ഇതേ ഒരു പ്രോസസ്സിൽ തന്നെ വിനാഗിരി ഒഴിക്കാതെ ഞാൻ അല്പം കല്ലുപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെള്ളം ഞാൻ ഊറ്റിയെടുത്തതിന് ശേഷം ആ അരിഞ്ഞു വെച്ച മാങ്ങ കൂടി ഈ വാട്ടർമെലൻ്റെ ആ ഒരു തോടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മാങ്ങ കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാങ്ങയും വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാട്ടർമെലൺ റൈൻഡ് തണ്ണിമത്തൻ്റെ ആ തോട് നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് 1/2 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അഡീഷണലായിട്ട് വേറെ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പനേരം ഇതൊന്ന് മൂടി വയ്ക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കല്ലിൽ വെച്ചിട്ട്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉലുവ പൊടിച്ചത് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ വാട്ടർമെലൺ റൈൻഡ് അതുപോലെ ഒരു മാങ്ങ ചേർത്തിട്ടുള്ള അച്ചാറാണിത്. അപ്പോൾ വെറും ഒരു മാങ്ങ വെച്ചിട്ട് നമ്മൾ വലിച്ചെറിയുന്ന തണ്ണിമത്തൻ്റെ തോടും മിക്സ് ചെയ്തിട്ട് നല്ലൊരു കിടിലൻ അച്ചാറാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് പുഴുവൊന്നും വരാതെ നമുക്ക് മാങ്ങ എങ്ങനെ പഴുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ല മൂത്ത മാങ്ങ, അതായത് നമ്മൾ മരത്തിൽ നിന്നൊക്കെ പൊട്ടിച്ച് ഉടനെയുള്ള മാങ്ങ ആദ്യം തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഴുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പഴുപ്പിക്കുമല്ലോ നമ്മൾ മാങ്ങയൊക്കെ വീട്ടിൽ പഴുപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കേടൊന്നും വരാതെ നമുക്ക് നല്ല മാങ്ങ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക്, അതായത് മാങ്ങ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും അളവിൽ തന്നെ തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മാങ്ങ മുങ്ങാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുങ്ങി തന്നെ നിൽക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെള്ളം ഒരുപാട് ചൂടുള്ളതാവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാങ്ങ വെന്തു പോകും, വാടിപ്പോകും. അപ്പോൾ നന്നായിട്ട് പഴുത്തൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കൊത്തൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാങ്ങ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ കഴുകിയെടുത്ത മാങ്ങ വളരെ പെട്ടെന്ന് പഴുത്ത് കിട്ടാനും അതുപോലെ ചീഞ്ഞൊന്നും പോകാതെ കേടായൊന്നും പോകാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമാണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമുക്ക് മാങ്ങ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെടുക്കാം. ശേഷം പഴയ ന്യൂസ് പേപ്പറിൻ്റെ പീസുകളായിട്ട് നമുക്ക് എടുത്തതിന് ശേഷം ഈ മാങ്ങ അതിലേക്ക് പൊതിഞ്ഞ് വയ്ക്കാം. ഈ രീതിയിൽ ഓരോന്നായിട്ടും നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു സ്റ്റോറേജ് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം 2-3 ദിവസം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാങ്ങ പഴുത്ത് കിട്ടുന്നതാണ്. നല്ല മൂത്ത മാങ്ങ നോക്കി വേണം ഇത് ചെയ്യാനായിട്ട്. ചെനച്ചതോ പഴുക്കാറായതോ ആയിട്ടുള്ള മാങ്ങ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.